ഗുരുവായൂർ ക്ഷേത്രത്തിന് സമീപം താമസിച്ചിരുന്ന ഒരു വാരസ്യാർ പെൺകുട്ടിയായിരുന്നു മഞ്ജുള. കണ്ണന്റെ വലിയ ഭക്തയായിരുന്ന അവൾ ദിവസവും പുഷ്പഹാരങ്ങൾ കോർത്ത് ക്ഷേത്രത്തിൽ സമർപ്പിക്കുമായിരുന്നു. ഒരു ദിവസം പൂക്കൾ ശേഖരിക്കാനും മാല കോർക്കാനും മഞ്ജുളയ്ക്ക് കുറച്ച് വൈകിപ്പോയി. ഓടിപ്പിടഞ്ഞ് അവൾ ക്ഷേത്രത്തിലെത്തിയപ്പോഴേക്കും അത്താഴപൂജ കഴിഞ്ഞ് നട അടച്ചിരുന്നു. ഭഗവാന് മാല സമർപ്പിക്കാൻ കഴിയാത്തതിൽ അവൾ അതീവ ദുഃഖിതയായി ക്ഷേത്രനടയിലിരുന്ന് കരഞ്ഞു. ആ സമയം അവിടെയെത്തിയ ഭക്തകവി പൂന്താനം നമ്പൂതിരി സങ്കടപ്പെട്ടിരിക്കുന്ന മഞ്ജുളയെ കണ്ടു. കാര്യം തിരക്കിയപ്പോൾ മാല സമർപ്പിക്കാൻ കഴിയാത്ത സങ്കടം അവൾ പറഞ്ഞു. പൂന്താനം അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ, ഭഗവാൻ മതിൽക്കെട്ടിനുള്ളിൽ മാത്രമല്ല ഉള്ളത്, എല്ലായിടത്തുമുണ്ട്. ആ കാണുന്ന ആൽമരച്ചുവട്ടിൽ ഭഗവാനെ സങ്കൽപ്പിച്ച് ഈ മാല സമർപ്പിക്കൂ, അദ്ദേഹം അത് സ്വീകരിക്കും. പൂന്താനത്തിന്റെ വാക്കുകളിൽ വിശ്വാസമർപ്പിച്ച് മഞ്ജുള ആൽമരച്ചുവട്ടിൽ ഭഗവാനെ ധ്യാനിച്ച് ആ മാലയർപ്പിച്ചു. സമാധാനത്തോടെ അവൾ മടങ്ങിപ്പോയി. അത്ഭുതം സംഭവിക്കുന്നു. പിറ്റേന്ന് രാവിലെ നിർമ്മാല്യദർശനത്തിന് നട തുറന്നു. മേൽശാന്തി വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന പഴയ മാലകൾ ഓരോന്നായി മാറ്റാൻ തുടങ്ങി. എന്നാൽ ഒരു മാല മാത്രം എത്ര ശ്രമിച്ചിട്ടും വിഗ്രഹത്തിൽ നിന്ന് മാറ്റാൻ കഴിഞ്ഞില്ല. അത് വിഗ്രഹത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതുപോലെ തോന്നി. അംഗീകരിക്കപ്പെടുന്നു. ഇത് കണ്ടുനിന്ന പൂന്താനം തലേദിവസം രാത്രി നടന്ന കാര്യങ്ങൾ ഓർക്കുകയും ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്തു. മഞ്ജുള ആൽമരച്ചുവട്ടിൽ അർപ്പിച്ച മാലയാണിത്. അവളുടെ ഭക്തി ഭഗവാൻ സ്വീകരിച്ചിരിക്കുന്നു. ഈ വാക്കുകൾ കേട്ടതും വിഗ്രഹത്തിൽ നിന്ന് ആ മാല താനേ താഴെ വീണു എന്നാണ് ഐതിഹ്യം.